നമ്മളെല്ലാവരും നീറ്റ് 2022 എക്സാം എഴുതിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഭംഗിയാക്കി തീർത്തു. നമ്മുടെ ഉത്തരവാദിത്വം ഇതായിരുന്നു. നമ്മളെ നീറ്റ് 2022 എക്സാം വരേക്കും വൃത്തിയിൽ പഠിക്കുകയും റിവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തീർക്കുക എന്നുള്ളതായിരുന്നു. നമ്മളത് തീർത്തു. നമ്മൾ സക്സസ്ഫുൾ ആണ് ആ കാര്യത്തിൽ. ഇനി ബാക്കി എന്തും ആയിക്കോട്ടെ, അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. സോ ഇന്നലെ വരെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും വലുത് നീറ്റാണ്, നീറ്റ് എക്സാമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി മുതലുള്ള സമയം നമുക്ക് നമ്മുടെ സെൽഫ് ലവ് കാണിക്കാനുള്ള സമയമാണ്. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഇപ്പോൾ ആ സച്ച് ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ എന്താണോ തോന്നുന്നത്, എന്ത് ചെയ്യാനാണോ തോന്നുന്നത്, വെറുതെ ഇരിക്കാനാണെങ്കിൽ വെറുതെ ഇരിക്കണം, വേറെ എന്തെങ്കിലും ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡോപ്പയുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസർ കീ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്കൊരു സമാധാനമായതിനു ശേഷം, ഒരു കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് നടക്കാം. സോ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഡോപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ആൻഡ് എല്ലാവരോടും ഒരുപാട് സ്നേഹമാണ്. നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ഒരുപാട് തവണ നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും എന്താ പറയുക, നല്ല പവർ വരട്ടെ എന്നുള്ള കാര്യം ആശംസിക്കുകയാണ്. സോ ഉഷാറായിരിക്കും. നമ്മളെ പണിയൊക്കെ തീർത്തു. ഇനി ചിൽ ഡേയ്സ്.